ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അടിപൊളി കിടുക്കാച്ചി ചലഞ്ചാണ് ഗൈസ്. വീണ്ടും ചലഞ്ചായിട്ട് വന്നിരിക്കുകയാണ്. അതിന് മുമ്പ് കഴിഞ്ഞ ചലഞ്ചിൽ ഞാൻ പൈസ തന്നില്ലേ? തന്നു ഗൈസ്. 500 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നു. പക്ഷെ എനിക്കിപ്പം അതിന്റെ ഇത് കാണിക്കാൻ പറ്റത്തില്ല. കാര്യം എന്റെ ഫോണിലാണല്ലോ. അല്ല, കാണിക്കണ്ട, പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ തന്നില്ല എന്ന് പറയണ്ടല്ലോ. അന്ന് കേട്ടോ, നീ തന്നെന്ന് പറഞ്ഞ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചലഞ്ച് വീഡിയോ ആണ് ഗൈസ്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ അമ്പ് ഇവിടെ ഭയങ്കര അമ്മനെ ഉറക്കിയിട്ട് വീഡിയോ ചെയ്യാൻ നോക്കി, ഒരു വഴിക്ക് നടക്കത്തില്ല. അമ്മന് കുറച്ച് കിഴക്കവും പറക്കിയിട്ട് കൊടുത്ത് അമ്മനെ കളിപ്പിക്കാൻ ഇട്ടേക്കാണ്. കേൾക്കുന്നുണ്ട് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണാമല്ലോ. അമ്പേ അമ്പു അമ്പു അത് തിന്നുവാ. എന്നാടി സ്ഥലത്തിന്റെ പേര് ചലഞ്ചിന്റെ പേരോ? അപ്പൊ നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്ന് വെച്ചാല് ഒരു ഡ്രിങ്കിങ് ചലഞ്ച് ആണ്. അതിന് ചെറിയ ടെസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് എന്നാപ്പാ നമ്മൾ ടെസ്റ്റ് കൊണ്ടിരുന്നല്ലേ പറഞ്ഞുള്ളൂ ഗൈസ്. അപ്പൊ ചലഞ്ചിന്റെ ടെസ്റ്റ് എന്താ വെച്ചാല് നമ്മള് കുറച്ച് ജ്യൂസ് ഐറ്റംസ് ചെറിയ ബോട്ടിൽസിലുള്ള കുറച്ച് ജ്യൂസസ് മേടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പൊ കുറച്ച് ജ്യൂസുകൾ നമ്മളിങ്ങനെ നേരത്തെ വെക്കും ഗൈസ്. അപ്പൊ അത് ടെസ്റ്റ് എന്ന് വെച്ചാല് നമ്മള് മറ്റേ ചെറിയ സ്ട്രോ ഉണ്ടല്ലോ, സ്ട്രോകളിലേക്കും വെച്ച് ഏറ്റവും ചെറിയ സ്ട്രോ കിട്ടിയത് ഏറ്റവും ചെറിയ സ്ട്രോ ആയിരുന്നു. അമ്പേ നീ സമ്മതിക്കല. അമ്മ കളിച്ചോട്ടേടാ, പോപ്പിട്ട് വെച്ച് കളിക്കും ഗൈസ്. അപ്പൊ ചെറിയ സ്ട്രോ, തീരെ ചെറിയ സ്ട്രോ വെച്ചിട്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന ജ്യൂസുകളെല്ലാം കുടിച്ച് തീർക്കണം. ഫസ്റ്റില് ആര് കുടിച്ച് തീർക്കുന്നോ അവര് വിൻ ചെയ്യും. മറ്റേയാൾ പൈസ നമ്മൾ കഴിഞ്ഞിട്ട് ചമച്ച് കണക്ക് ഇതില് പൈസ കൊടുക്കുന്നില്ല ഗൈസ്, കാരണം തോറ്റ കാണാൻ പോയാൽ. അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പൊ തന്നെ നമ്മുടെ ടേബിളില് നമുക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസുകൾ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട് ഗൈസ്. കുറച്ച് പേര് പോലും അറിയാത്ത, നാള് പോലും അറിയാത്ത കുറെ ജ്യൂസസ്. അതെ അതെ അതെ, ഞാൻ ഇങ്ങനെ കുളിക്കൊണ്ടിരിക്കേണ്ടി വരും. എന്താ നമുക്ക് അരയ്ക്കാതിരിക്കാം. അപ്പൊ വേണ്ടത് ഗൈസ്, അപ്പൊ ഇതിന്റെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ താണ്ട് ഈ സ്ട്രോ വെച്ച് കുട്ടി സ്ട്രോ കിട്ടിയതിൽ ഏറ്റവും ചെറിയ സ്ട്രോ ഇതാ. ഇത് ഈ ലിച്ചിയുടെ സ്ട്രോ ആണ്, ഈ ജ്യൂസിന്റെ സ്ട്രോ. ഇത് വെച്ചിട്ട് ഏറ്റവും ഫസ്റ്റില് ആരാണോ ഏറ്റവും കൂടുതൽ ജ്യൂസ് ഈ സ്ട്രോ യൂസ് ചെയ്ത് കുടിച്ചു തീർക്കുന്നത് അവരായിരിക്കും ഈ ചലഞ്ചിലെ വിന്നർ. പിന്നെ ഒരു കാര്യം കൂടെ, കുടിക്കുന്ന ബോട്ടിലെ ജ്യൂസ് കംപ്ലീറ്റ് തീർത്തിട്ട് മാത്രമേ അടുത്തതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പോകരുതല്ലോ. ഇഷ്ടമുള്ള ജ്യൂസ് ഇഷ്ടമുള്ള ടൈമിൽ ഇത് വെച്ച് കുടിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും 3, 2, 1 go. കംപ്ലീറ്റ് കുടിച്ചു തീർക്കണേ ഗൈസ്. ലിച്ചി ഫിനിഷ്. മാംഗോസ് എടുക്കാം. അയ്യോ, ഇത് ഒരു ലിച്ചി കുടിക്കാനാണ്, ഗ്യാസ് ഇല്ലാത്തതിന്റെ കുഴപ്പമില്ല ഗൈസ്. പോലെ ഇല്ലല്ലോ. തുറന്നു വരുന്നില്ല. ഇത് ഞാൻ പോവും. മാംഗോസൊന്നും കൊള്ളത്തില്ല. താല്പര്യമില്ലാതെ കുടിക്കാൻ ഒരു സുഖമില്ല കേട്ടോ. അയ്യോ കുടിച്ചിട്ട് ഇത് വിളിച്ചപ്പോ കൊള്ളത്തില്ല. സത്യം പറഞ്ഞാൽ ചെരിക്കുന്നേ. ഇത് നമ്മള് തണുപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. തുറക്കുന്നുണ്ടാ എന്റെ സ്ട്രോ എല്ലാം ഒടിഞ്ഞു കഴിച്ചു. ഇതെന്ത് ലെമനോട്ടായോ? കുടിക്കട്ടെന്ന് അറിയത്തില്ല. അയ്യോ, കൊള്ളത്തില്ല. അയ്യോ, കടമ്പ് തുറക്കണേ. നല്ലോണം ചമയ്ക്കേ. പ്രജനെ കാത്തണേ. ഇതൊക്കെ എന്തോ സാധനം? ലെമനോട്ട. ശരിക്കും ഓട്ട സാധനം. ഓട്ടയല്ല, മാട്ട.
തൊട്ടുകൊള്ളത്തില്ല ഏതാ കുടിക്കണ്ട് ഭയങ്കര വൃത്തിയിട്ടൊരു ടേസ്റ്റ്. ഒന്നേ തുറന്നു വാ. എല്ലാം പേര് ഐസ്ക്രീം തന്നെയായിരുന്നു. എനിക്ക് രണ്ടെണ്ണം വാങ്ങിച്ചോട്ടോ. ഏതാ കുടിക്കുന്നത്? കാണിച്ച്. അതൊക്കെ ഞാൻ ആദ്യം കുടിച്ചു. എനിക്ക് ഗ്യാസാണ്. ഇത് ശരിക്കും ഡ്രിങ്കിങ് ചാലഞ്ചല്ല, ഗ്യാസ് ഇവിടെ ചാലഞ്ചാണ്. ഏതൊരു ഒരു കുപ്പി തന്നെ മേടിച്ചു വെച്ചിരുന്നു മൊത്തം. കളിക്കാൻ പറ്റുന്നത് നിന്റെ ഐഡിയ ആയിരുന്നു. അയ്യോ ആരും ഈ ഇതൊന്നും മേടിച്ച് പിള്ളേർക്ക് കൊടുക്കല്ലേ. അയ്യോ തീർന്ന് കുപ്പി വായിലൊഴിച്ച് കുടിക്കാൻ പറ്റൂല. കുപ്പിയാന്ന് വാങ്ങിയ നാക്കൊക്കെ വല്ലാണ്ട് കുഴയുന്നു. പതിയെ പിന്നെ സമയമുണ്ടല്ലോ, ഛർദിക്കാൻ വന്നിട്ടറിയ സമയമുണ്ട്. പതിയെ തൂർത്തി വെക്കണ്ട. ഛർദിക്കാൻ വരും. എന്റെ പള്ളി അയ്യോ ഇതൊക്കെ എന്തോ ഇതൊക്കെ എന്തിനാണോ ഉണ്ടാക്കി വിടുന്നേ? പതിയെ കുറിയാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നില്ല അവനെ, പ്ലീസ്. ഇനി ഇങ്ങനെ ഒരു ചലഞ്ചിന് ഞാനില്ല. കണ്ണു നോക്കി. ഇതിന് പാർട്ട് 2 3 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കാൻ പറ്റുന്ന മീൻസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ള അപ്പോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം മേടിച്ചാൽ മതി. ഈ പേരറിയാത്ത ജാതിയൊന്നും മേടിക്കണ്ട. ഒരു ചാലഞ്ച് ഇതൊക്കെ ഏത് സാധനമാണ്? ഇത് ഞാനിപ്പോ ഏത് അടിച്ചിട്ടിരിക്കാന്ന് എനിക്കറിയില്ല. ഞാനും അതേ അവസ്ഥയില. ഞാനാണെങ്കിൽ കൊച്ചിന് പാല് കൊടുക്കുമ്പോ അത് ഇവിടെ കിടന്ന് ഇനി ആടുവാന്നോ. ഇതിലേതാ കുടിക്കണ്ടേ? ഇതിലേതാ കൊള്ളാന്നേ? ഞാൻ ഇത് കുടിച്ചിട്ട് നീ അത് കുടിക്കാം. ഞാനത് കുടിച്ചിട്ട് നീ ഇത് കുടിച്ചു തീർക്കാം. അപ്പൊ നമുക്ക് എടാ ഷാനു എന്ത് പരിപാടിയാണ് കാണിക്കണേ? ഫിനിഷ് ഗായ്സ്. ശ്രദ്ധിക്കാൻ വരുന്നു ഗൈസ്. എന്തായാലും എന്നെ വിൻ ചെയ്തു കേട്ടോ. അഭിമാനമുണ്ട്, അഭിമാനം. താങ്ക് യു. കണ്ണൊക്കെ എന്തിനാ നിർദ്ദേശിക്കുന്നേ? ഞാൻ ചിരിക്കുവായിരുന്നു കുറച്ചു നേരം മനസ്സില്. ഇപ്പൊ ഗൈസ് ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര നല്ല കാര്യമായ ഒരു ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചു നല്ല ചലഞ്ചായിരിക്കും. ആദ്യത്തെ ലിച്ചിയും ഫ്രൂട്ടിയും ഓക്കെ. ഞാൻ അതിലൊന്നും ഓക്കെ അല്ലായിരുന്നു. ഞാൻ ഈ ചെറിയ ആർട്ടിഫിഷ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗൈസ് അപ്പൊ നമ്മുടെ ചലഞ്ചിൽ ഞാൻ അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. എനിക്കത് പറയാൻ പോലെയുള്ള ആരോഗ്യമില്ല. പക്ഷെ ഞാൻ വിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. വിൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഇത്രയും 1.5 ജ്യൂസും കൂടെ കുടിച്ചോട്ടെ, ദാഹം കാണുമല്ലോ. കുടിയകളെ ഞാൻ വാള് വെക്കുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ഞാൻ ജയിച്ചു. പിന്നെ എപ്പോഴും അങ്ങനെ ഒരാൾ തന്നെ ജയിച്ചാൽ ശരിയാകത്തില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ചു തിരിച്ചു മേടിക്കാറുണ്ടല്ലേ. അപ്പൊ ഞങ്ങള് ഇത്ര മാട്ടയല്ലാത്ത അത്യാവശ്യം നല്ല
ചലഞ്ചുകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഗൈസ്. നമുക്ക് വേറെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കൊണ്ടുവരാം, അല്ലയോ? എല്ലാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മത്തടിച്ച് ഗൈസ്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ.